വേണം ചേട്ടാ. കുഞ്ഞുമോളെ, എടി പൊട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്ന് പാപ്പച്ച പൊട്ടിക്കൂന്ന്. പാപ്പി പറഞ്ഞതാടി. പാപ്പച്ച പൊട്ടിച്ചാൽ നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ നടന്ന് തുള്ളുന്നേ? നാളത്തേക്ക് ഗ്യാസുള്ള വഴിയായി. എടാ ജയാ, 4:30 എഴുന്നേക്കുന്ന ഞാനാ 2 ചാടി എഴുന്നേറ്റ്. മാത്തച്ഛന്റെ അല്ലേ വിത്ത് ഇപ്പൊ വെട്ടി കറിയാക്കി കാണും. പാരമ്പര്യം വിട്ടുകളയോ? ഒറ്റ വടിക്ക് തീർന്നു കാണും. അങ്ങേരെ കുറിച്ച് നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്കറിയായിരുന്നു ചേച്ചി. പുള്ളിക്കാരെ അറിഞ്ഞു പോണത് അറിയണില്ലേ ടോമി? ചേച്ചി കണ്ടില്ല. ആരുമില്ല പോരെ. എന്തിനാ? എടാ പട്ടി മാതാരിക്കാൻ. ഓ എന്റെ പാപ്പച്ച. ഞാനൊന്ന് പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് വന്നില്ല. ഹലോ എടാ ബെന്നി, സാധനം ഒരുക്കിയിട്ടുണ്ട്. ഞാനേ പള്ളിയിലേക്കൊന്ന് പോവാ. അപ്പൊ ഞാൻ സാധനം നമ്മുടെ തങ്കച്ചനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവനോട് പോയേ മധുവിനെ ഒന്ന് കണ്ടു. വേറെ ആരും കിട്ടിയില്ലേ? എടാ അത് ശരിയാണ്. അതിപ്പം നമ്മൾ ഇത്രയും സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ട് വിൽക്കാനാണ്? നമുക്ക് കടന്ന് വിൽക്കാൻ പറ്റുമോ? അവനാവുമ്പോ പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് തീർത്തോളൂ. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കണ്ട. ശരി. വില കൂടുതലാണ് തങ്കച്ചമ്പായി. ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചിക്ക് 350. ഇതിപ്പോ 500 എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടമൊക്കെ അല്ലേ? ഒന്ന് കുറച്ച് പിടിക്ക് അല്ലേ ബെന്നി? കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മുഷിപ്പിക്കില്ല എൻ്റെ മധു. ബെന്നിച്ച 10-20 കിലോക്കുള്ള ആളെ ഞാൻ ഉണ്ടാക്കണ്ടേ? ആളാം വീതം ബാർഗൈൻ ചെയ്താൽ ഇടപാട് തീരും. ഒരു 400 മുറിക്കാം. നടക്കില്ല മധു. തങ്കച്ച വണ്ടി എടുക്കും. ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടി ലാഭമെന്ന് എനിക്കറിയാം. 500 വിൽക്കാൻ പറ്റുമെന്നേ ഞാനൊന്ന് നോക്കാം. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ. തങ്കച്ച വണ്ടി എടുത്തി. ബെന്നിച്ച ഒരു 450 മുറിക്കാം. നീ പോയേ മധു, വണ്ടി എടു. അതേ ബെന്നി, കാര്യം ശരി. അന്ന് നമ്മൾ 1-2 പറഞ്ഞു മുടക്കി. ഞാനത് അന്നേ വിട്ട്. ബെന്നി അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ ഏട്ടാ. ഏഴ് തങ്കച്ച വണ്ടി.